ഹലോ ഗായ്സ്, എല്ലാവർക്കും EA സ്പോർട്സ് FC മൊബൈലിൻ്റെ റോഡ് ടു ഗ്ലോറി എപ്പിസോഡ് 2 സ്വാഗതം. നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ സ്കൗട്ടിംഗ് ക്യാമ്പ് ടിക്കറ്റ്സിൻ്റെ ഉള്ള ഇത് വന്നിട്ടുണ്ട്. അത് ക്ലെയിം ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ കുറച്ച് പാക്ക് ഓപ്പൺ ചെയ്യും, 3 മാച്ച് കളിക്കും. ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണം. എന്നിട്ട് ഇവിടെ ലവിൻ ജാമനെ പിടിച്ച് പൊട്ട റേറ്റിങ് ലവിൻ ജാമൻ 81 റേറ്റിംഗ് ഉള്ള കാർഡ് പിടിച്ച് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് 103 റേറ്റിങ്ങിലോട്ട് പോയിട്ടുണ്ട് നമ്മുടെ ടീമിൻ്റെ റേറ്റിങ്. ഞാൻ മാക്സ് ട്രെയിൻ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഗൗനെ കിട്ടി, റൗളിനെ കിട്ടി, വെറോണിനെ കിട്ടി, പിന്നെ പാർക്ക് ജി സുന്ന് പറഞ്ഞ ഇതിനെ കിട്ടിയിട്ടുണ്ട്. ഗബ്രിയൽ സാർ നമ്മളെ നേരത്തെ ഉണ്ടായിരുന്നു. ഇത്തരം പ്രാവശ്യത്തിന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഹറ്റാറ്റെന്ന് പറഞ്ഞ് ഇവനെ കിട്ടിയത് അക്കോടെയാണ്, ഏതോ ഒരു ജാപ്പനീസുകാരനാണ്, അവനെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. സ്മിത്ത് എന്ന് പറഞ്ഞതിന് കിട്ടി. ഇത്രയും പേര് നമ്മുടെ ടീം ഇപ്പോൾ തൽക്കാലം ഉള്ളത്. നമ്മുടെ ലെഫ്റ്റ് വിങ്ങിനെ മാറ്റി ലെഫ്റ്റ് മിഡ് ആക്കണം. സെൻട്രൽ മിഡ് കളിപ്പിക്കാൻ പറ്റുന്നവന്മാർ വല്ലതും ഉണ്ടെങ്കിൽ കൊള്ളാം. നിൽക്കേ നോക്കട്ടെ. ഗബ്രിയൽ സാർ സെൻട്രൽ മിഡ് കളിക്കും. ശിവൻ്റെ അത്രയും വരത്തില്ല. തിയാഗോ സിൽവയും വരത്തില്ല. സെൻട്രൽ മിഡിൽ കളിയുന്ന പിന്നെ ആരുണ്ട്? ഡിഫൻസീവ് മിഡ്ഫീൽഡ് ലൊക്കാലിറ്റി ഉണ്ട്. 105 റേറ്റിംഗ് ഉള്ള കാർഡ്. തൽക്കാലം ഇപ്പം അത് വേണ്ട. അപ്പം നമ്മുടെ ടീം ഇത്രേ ഉള്ളു. ലോക്കൽ റൂമിൽ പോയിട്ട് നമ്മുടെ പ്രൊഫൈലൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലീവിൽ ഫുള്ളായി കളിച്ച് വെച്ച് റിവാർഡ്സ് എല്ലാം ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാം. ചെറിയ റിവാർഡ്സൊക്കെ ഉള്ളു. പ്ലെയറിനെ കിട്ടാൻ ഇനി 50 വരെ പോകണം. ഇപ്പം നമ്മൾ എവിടെ കിടക്കുന്നത്? നമ്മളിപ്പം 34 കിടക്കുക. ഇപ്പം എല്ലാം ക്ലെയിം ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും റിവ്യൂ ചെയ്ത് 50 ട്രാൻസ്ഫർ പോയിന്റും കിട്ടി, കുറച്ച് കോയിൻസും കിട്ടി. എക്സ്ചേഞ്ചിൽ പോയിട്ട് പുതിയ എന്തോ ലീഗ് വന്നു, എന്തോ ഇത് വന്നായിരുന്നു. എന്ത് സംഭവം എനിക്കറിയത്തില്ല. അത് നോക്കട്ടെ. പുതിയ ലീവൻ്റ് വേണോ അറിയത്തില്ല. ഞാൻ ക്ലെയിം ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഫസ്റ്റ് ഇരിക്കുന്ന നമ്മുടെ അക്വ ആണ്. അല്ല, അക്വ അല്ല, ഇൻഫർമോ ആണ്. ജയിച്ചാൽ നമുക്ക് എന്താ ഗിഫ്റ്റ് കിട്ടും ഇവരെ തോൽപ്പിച്ച. അപ്പം ഞാൻ ഇൻഫോർമോ കൊടുത്തേക്കുന്നത്. എൻ്റെ 107 ടോക്കൺ ഉണ്ട്. ഇതൊരെണ്ണം അൺലോക്ക് ചെയ്യാൻ ഒരു ടോക്കൺ ഇത് വേണം. അത് എടുക്കണമെങ്കിൽ 500 ടോക്കൺ വേണം. അതിൻ്റെ എക്സ്ട്രാ ടൈം വല്ലതും ഉണ്ടോ നോക്കട്ടെ. എക്സ്ട്രാ ടൈമിൽ പ്രത്യേകത്തൊന്നുമില്ല. അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഒരു പ്ലെയറിനെ കിട്ടും. പിക്കാണ്. നമുക്ക് ഈ ജുവൻറ്റസിലെ പ്ലെയറിനെ എടുക്കണോ അതോ പ്രീമിയർ ലീഗ് കളിക്കുന്ന? നമ്മളെന്തായാലും ലിവർപൂളിലെ പ്ലെയറിനെ ഇട്ടിട്ടുണ്ട്. 10,000 എക്സ്ട്രാ ടൈം ടോക്കൺ. നമ്മുടെ കയ്യിൽ ആകെ 500 ഉണ്ട്. 5000 കൊടുത്താൽ 100 മുതൽ 108 വരെയും 100 മുതൽ 107 വരെയും കൊണ്ടത് കിട്ടും. ഇത് കൂട്ടാൻ പറ്റുമോ നോക്കട്ടെ. എന്ന് എങ്ങനെയാണ് എക്സ്ട്രാ ടൈം ടോക്കൺ എടുക്കുന്നതിന് ശരി സംശയം. എക്സ്ട്രാ ടൈമിൽ പോയിട്ട് പിന്നെ എങ്ങനെയാണ് അതാണ് എനിക്ക് അറിയത്തില്ല. അറിയാമെന്ന് കമൻറ്റ് ചെയ്യണം. അതിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല. റോബോട്ടേക്കാളുള്ള 107 റേറ്റിങ്ങുള്ള അതൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല. അവിടെ റോഡ് ടു ഗ്ലോറി ആയിട്ട് 10 ടോക്കൺ കിട്ടുന്നുണ്ട്. അതെന്താ നമുക്ക് കിട്ടുന്നത്? 1310 ഷാർട്ട് കിട്ടും. അതൊന്നും കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് എന്തായാലും ഈ പ്ലെയറിനെ കിട്ടുമെന്ന് തോന്നുന്നു.
പ്ലെയറിനെ കിട്ടുമെന്ന് തോന്നുന്നു. ഇല്ലടേ, ആ കിട്ടി മാഷിലാണെ കിട്ടി. ലീഗ് പിന്നെ എന്തോ ക്വിസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണ്ട. അതൊന്നും നമ്മുടെ ലീഗ് ക്വിസ്റ്റ് എന്തോ കംപ്ലീറ്റ് ചെയ്യാണ്ട്. കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ക്ലെയിം ചെയ്യാണ്ട് 520 കിട്ടി. ഞാൻ മാർക്കറ്റിൽ പോയിട്ട് അന്ന് നമ്മൾ പ്ലെയറിനെ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. നോക്കട്ടെ. പിക്ക് ഫോർഡ് വന്നടാ. മാർട്ടീനസിൻ്റെ വിട്ട് ഉള്ളതേ കസീലസിൻ്റെ അനിയനാണെന്ന് തോന്നുന്നു. 106 റേറ്റിംഗ് ഇരിക്കെ. ചെക്ക് കോളമുവാനിയൊക്കെ കിടക്കുന്നുണ്ടോ? എംബാപ്പെ 2 ലക്ഷം രൂപയ്ക്ക്. എന്ത് വെയിറ്റടേ, എംബാപ്പയെക്കാളിലും വെയിറ്റ് കൊടുക്കാൻ ആരേക്ക്. അപ്പം ഇവിടെ പ്ലെയർ ഉണ്ടായിരുന്നു, ഞാൻ അയാളെ അങ്ങ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്ര ടോക്കൺസ് എത്ര കോയിൻസ് കിട്ടി? എന്നാൽ ചെറിയ കോയിൻസേ ഉണ്ട്. ഇതെങ്ങനെ നമുക്ക് 300 ഇതാക്കിയിട്ട് നമുക്ക് പ്ലെയറിനെ എല്ലാം എടുക്കാമെന്ന് വിചാരിക്കുന്നു. മാർക്കറ്റിൽ പോയിട്ടേ ഇപ്പോൾ പുതിയ റൗളിനെ കണ്ടോ? പുതിയതായിട്ട് വന്നേ, മറ്റേ ഈ പുതിയതായിട്ട് വന്ന പാക്കപ്പിൽ പോൾ പാൽമറിനെ നമുക്ക് എടുക്കടാ. ഈ സീരിയവിനെ കണ്ടോ? ഇതിന് ലാമിന്യമാലിനൊക്കെ കൊടുക്കട്ട് വെച്ച് നമുക്കെന്തായാലും പാക്ക് ഓപ്പൺ ചെയ്യാം. നല്ല പാക്ക് കൊണ്ട് ഓപ്പൺ ചെയ്യാം. നല്ല കുറേ പാക്ക് വരുന്നതൊക്കെ കേട്ടായിരുന്നു. ഒക്കെ വരുമെന്ന് എനിക്കറിയാം. അങ്ങനത്തെ വല്ല പാക്കും വരുവാണെങ്കിൽ നമുക്ക് അതൊക്കെ ഓപ്പൺ ചെയ്യാം. എല്ലാവരും എക്കോസ് സിൻഫോറിന് മാത്രമേ ഉള്ളൂ. എനിക്കാണെങ്കിൽ എക്കോസ് സിൻഫോറിന് ഇഷ്ടമല്ല. പിന്നെ ഇവിടെ പാക്കുണ്ട് 4000-ൻ്റെ. ഇതൊന്നും കിട്ടത്തില്ലടാ. ഏതാ ട്രൈ ചെയ്ത് കാശ് വേണ്ട. ഇതിൻ്റെ പാക്കിന് മറ്റുള്ള ടോക്കൺസ് വേണം. അല്ലടാ, ഇവിടെ തന്നെ ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യാതെ 3000-ൻ്റെ 104 മുതൽ 109 വരെയുള്ള അവിടെയൊക്കെ ഉണ്ടതാ. ഡെൽപിറോ, സോള, പിന്നെ ടെസ്റ്റേഗൺ ഉണ്ടാകും. 107 ടെസ്റ്റേഗൻ്റെ ആണ്. ജിമിനസ്, പിക്ഫോർഡ്, കാർലസ് പുയോള്, കോള്, ഡെൽപിറോ. ഇത് നമുക്ക് എടുക്കാം. ഇതൊന്ന് ഓപ്പൺ ചെയ്തേക്കാം. ഒരെണ്ണേ ഉള്ളു കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്ത്. നല്ല വേല പ്ലെയറിനെ കിട്ടിയാൽ മതിയായിരുന്നു. പോയടാ, പോയി. ഇല്ല പോയില്ല. പോണ സൺഡേയുടെ കിട്ടുന്ന പോലത്തെ ആനിമേഷൻ. സ്പെയിൻ ലെഫ്റ്റ് മിഡ്. ഏതോ പൊട്ടനാ. കുഴപ്പമില്ലാത്തൊരു നമുക്ക് ലെഫ്റ്റ് മിഡ് തന്നെ കിട്ടിയത്. നല്ല നമുക്ക് ലെഫ്റ്റ് വിങ് കളിക്കുന്ന ഇത്തന്നെ നമ്മൾ ഇത്രയും നാളെ ലെഫ്റ്റ് വിങ് ഇട്ടത്. നമുക്ക് ഇവനെ അങ്ങ് മാറ്റാം. ഇതിപ്പോൾ കിട്ടി, ഇവനെ പിടിച്ചിടാം. സെറ്റാണ്. നമ്മുടെ ടീമിൻ്റെ റേറ്റിംഗ് ഇപ്പോഴും കൂടിയില്ല. ആട്ടോ ബിൽഡ് എടുത്ത് നോക്കട്ടെ. 105 റേറ്റിംഗ് നമ്മുടെ ടീം. സെറ്റാടാ, കൊള്ളാടാ. 105 റേറ്റിംഗ് ആയി. നമുക്ക് ഇവനെ പിടിച്ച് വിട്ടാലോ? അതിട്ടാലോ? അത് നോക്കിയാലോ? അത് നോക്കാം. 105 റേറ്റിംഗുള്ള ടീമുണ്ട് നമുക്കിപ്പം. ആ പാക്ക് ഓപ്പൺ കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ 7000 പോയിട്ടുണ്ട്. ജസ്റ്റ് സെല്ല് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. മക്വാസത് ഇൻഫോർമൊന്നും വേണ്ട. ഇനി നമുക്ക് 4000-ൻ്റെ വല്ല ഓപ്പൺ ചെയ്യാം. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 4000-ൻ്റെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ.
ഇല്ല 4000 ഇല്ല. 15,000 കോഴി കൊടുക്കാൻ ഡിസ്പ്ലേ ചെയ്തോ പോസിബിൾ റിവാർഡ്സ് മഴ നോക്കി. ഇനി 7500 7500 102 ആർക്കുണ്ട്? നേരത്തെ ഉള്ള പോലെ തന്നെ ഉള്ളു, വ്യത്യാസമൊന്നുമില്ല. ഇതെത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. നമുക്ക് 2 പാക്ക് ഓപ്പൺ ചെയ്യാലോ. 2 ഓപ്പൺ ചെയ്യാൻ എന്ത് വരും? 2 ഓപ്പൺ ചെയ്യുമ്പോൾ 5000, ഒരെണ്ണമൊക്കെ 7500. ഇത് 3 ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് പാക്ക് ഓപ്പണിങ് ഈ വീഡിയോയുടെ. നമ്മളെല്ലാം പ്രത്യേകിച്ച് നല്ല കളയൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് ഒരു ചെറിയ സ്പോട്ട് കളിക്കുമ്പം അങ്ങനെ കളിക്കായിരുന്നു. ഫാൻസ് സെൻട്രൽ മിഡ്, ഡിഫൻസീവ് മിഡ്ഫീൽഡ്. ഇവനും തുടങ്ങിയത്. ഇവനെ ട്രേഡ് ചെയ്യാനും പറ്റത്തില്ല. ഫസ്റ്റ് കിട്ടിയതൊന്നും കുഴപ്പമില്ല, ബാക്കിയുള്ളതെല്ലാം. ഇനി 10 ഡയമണ്ട് ഉണ്ട്. 10 ഡയമണ്ട് വെച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അമ്മയെ പിടിച്ച് ക്ലബിലിടാൻ പറ്റുമോ നോക്കട്ടെ. നമുക്ക് ഇവനെ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് വേണ്ട ഇവൻ തന്നെ അല്ല, അറ്റാറ്റയെ പിടിച്ച് മാറ്റി നോക്കട്ടെ. അപ്പോൾ 104 ആവോളാ. ഇവനെ പിടിച്ച് ഇട്ടിട്ട് അറ്റാറ്റയെ പിടിച്ച് സെൻറ്റർ ചെയ്യണം. ഇപ്പോൾ സെറ്റായി. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. എക്സ്ട്രാ ടൈം ടോക്കൺ എങ്ങനെ ക്ലെയിം ചെയ്യുന്ന അറിയത്തില്ലല്ലോ. ഇനി എനിക്ക് ഒന്ന് എക്സ്ചേഞ്ചിനകത്ത് വല്ലതും ആണോ എക്സ്ട്രാ ടൈം ടോക്കൺ? സംശയം. ആണ് എക്സ്ചേഞ്ചിനകത്ത് എക്സ്ട്രാ ടൈം ടോക്കൺ എടുക്കുന്നത്. ഹ്യൂമനുടെയും കൊടുത്ത് എക്സ്ട്രാ ടൈം ടോക്കണായിട്ട് അങ്ങ് എടുക്കാം. ഹ്യൂമനൊന്നും വേണ്ടാത്ത ഗബ്രിയൽ സാറെ കൊടുക്കണം. ഇവനെ കൊടുത്തേക്കാം. പാർട്ടീസൂമിനെ കൊടുക്കാം. ഇവനെ കൊടുക്കണ്ട. സെലാൻ്റെ GK കിടക്കട്ടെ, ആവശ്യം വരും. 6000 എക്സ്ട്രാ ടൈം ടോക്കൺ കിട്ടിയിട്ടുണ്ട്. 6500. ഈ സ്മിത്തിനൊന്നും വേണ്ടടാ, ഇവന്മാർ 2 പേരെയും കൊടുത്തേക്കാം. എനിക്ക് വേറെ CDM ഉണ്ട് നല്ല. ഡാൽഗീഷിനെ കൊടുക്കണോ? GK കൊടുത്തിട്ടും കാര്യമില്ല. ഇത്ര ഒരു ദിവസം കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്തായാലും കോമഡി എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. ജമീനിയമ്മാനെ കൊടുത്ത വേറെ കൊഴിച്ചിട്ടോളാ. ഓക്കെ, ഇവനെ കൊടുക്കണ്ട. ഇവൻ ആദ്യമായിട്ട് CFനെ കിട്ടിയതാണ്. ബാക്കി 2 കൊടുക്കുന്നുണ്ട്. 17,000 കോയിൻ. അതിന് വേണം കൊടുക്കല്ലേ. അത് വേണ്ട. ചൂടായ നമ്മൾ 3000 അടിക്കും. അത് നമുക്ക് 1500 ഇതുണ്ടായിരുന്നു. അതും 94 തൊട്ട് ആ ടീമന്മാരെ കിട്ടുക. ജാവന്യൂസ് ഉണ്ടായിരുന്നു, ഐസൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ടീം ഓഫ് ദ സീസണിൻ്റെയും കൂടെ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അതെന്താ ഇന്നലെ 100 ആയത്? ഇവിടെ എല്ലാം കിടന്നവൻ്റെ എഴുത്തനെയും കൂടി എടുത്ത് കൊടുത്തു കാണും. ചുമ്മാ അല്ല, അടിപൊളി. അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തായാലും ലൈവ് ഇവൻറ്റ് സ്കൗട്ടിങ് ക്യാമ്പ് കളിക്കാം. പുതിയൊരു ഈവൻറ്റ് വന്നിട്ടുണ്ട്, നോക്കട്ടെ. 15 ദിവസം കൂടെ കഴിഞ്ഞ് നമ്മുടെ റയൽ മാഡ്രിഡ് ഉണ്ടാക്കാവും. ഇപ്പം നമ്മുടെ ചെൽസി ഉണ്ട്. ചെൽസി മാത്രമല്ല ഇപ്പോൾ തൽക്കാലം ഉള്ളത്. ഇത് കംപ്ലീറ്റ് ചെയ്ത് എന്തോ കിട്ടും.
സെൻറ്റർ ബാക്കിന് കിട്ടും. ഇത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതാണ് ഹൗ മെനി ഹോം ഗെയിം ഡിഡ് ചെൽസി ലൂസ് ഇൻ 2004-5 പ്രീമിയർ ലീഗ് സീസൺസ്. ഇത് നമുക്ക് ഗൂഗിളിൽ നോക്കിയിട്ട് എല്ലാം ചെയ്യാം. യുവൻഎസിലേക്ക് ഞാൻ അൺലോക്ക് ആകത്തുള്ളൂ. ഗാലറി നോക്കട്ടെ, ആരെയൊക്കെ പ്ലേയേഴ്സ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതിങ്ങനെ കേട്ടോ, 1000 ഷാർട്സ്, 500 ഷാർട്സ്, ടെസ്റ്റീവൻ 800 ഷാർട്സ്, പുയോളിന് 500 ഉള്ളു, 107 പ്ലെയറിൻ്റെ അല്ല. അപ്പോൾ ഫിക്സോഡ് 450, 300. ജിമിനസ് അൽഹിലാൽ കളിക്കുന്ന എത്തുന്നുണ്ട്. 106 നോക്കട്ടെ. ക്യാനോ അപ്പം നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യും. ഇതൊന്നും ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല ഞാൻ എന്തായാലും, വെറുതെ ബോർഡ് എടുപ്പിക്കണ്ട. അപ്പം അത് ഞാൻ കളിച്ച് വെച്ചേക്കാം. ചലഞ്ച് മോഡി എല്ലാം വന്നു. നമ്മളിങ്ങനെ കംപ്ലീറ്റ് ചെയ്തായിരുന്നു തോന്നുന്നു കേട്ടോ. നല്ല പ്ലെയറിനൊന്നുമില്ല എനിക്ക് കിട്ടിയത്, കഷ്ടപ്പെട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട്. പണി ആദ്യം കളിക്കുന്നില്ല, അത് ഞാൻ കളിച്ചെല്ലാം സെറ്റാക്കി വെച്ചേക്കാം. സ്കൗട്ടിങ് ജാബ് കളിക്കാം നമുക്ക് പോയി. നമ്മൾ ലൈനപ്പ് ഇതാ. ക്യാമി ഞാൻ കുറേ നേരം കൊണ്ട് ലോഡ് ചെയ്തിട്ടേക്കുന്ന ലോഡ് അല്ലേ. അന്നേരം 101 ലോഡ് തന്നെയാണ് കളിക്കുന്നത്. 109 ഉള്ളവനാ. സോ അതൊക്കെ അല്ലെങ്കിൽ വെല്ലിങ്കത്തെ പിടിച്ച് മാറ്റേണ്ടി വരും. അന്നേരം 101 വരുന്നുള്ളത് എനിക്ക് വന്ന് നമ്മളെ ഫോർമേഷൻ വെച്ചാന്ന് തോന്നുന്നു. 110 അല്ല വെല്ലിങ്കത്തിന്. ടീം നടത്തണം. 2 സ്ട്രൈക്കത്. ഇത് നോക്കി ഗ്രിമാൽഡോയ്ക്കില്ല, വിനീഷ്യസിനൊക്കെ ഒട്ടും ഇല്ല. 105 ഒക്കെ വരുന്നത്. കാർലോസ് ആൽബർട്ടോ റൈറ്റിങ്. ഇപ്പം നമ്മളെ റൈറ്റിങ് കഴിയും സലാഹ് കളിക്കുന്നു. അത് വേണ്ടടാ. ഇത് കളിച്ചാലും പണിയാ. ഡയമണ്ട് കളിച്ച എംബാപ്പയ്ക്ക് പണിയിട്ടു. ബാക്കിയുള്ളതെല്ലാം സേഫാ. എംബാപ്പയെ മാറ്റി നമുക്ക് വേണമെങ്കിൽ അതായെങ്കിൽ എടുക്കാം. എംബാപ്പയെ പിടിച്ച് സ്ട്രൈക്ക് ഇട്ടാലേ കയഫിനേക്കാളും റേറ്റിംഗ് കിട്ടുന്നില്ല. നമുക്ക് CM 200 കളിക്കുന്നതല്ലേ. ഇവനെ പിടിച്ച് കേട്ടോ 105, ഇതിനെ പിടിച്ച് കിട്ടാം 105. നമ്മൾ സെറ്റ് ആവുന്നില്ലല്ലോടെ. CBയെ പിടിച്ച് 94. കാൽബോണിന് ഇട്ടാലോ, അവന് 105. ഇപ്പോൾ ഇതിട്ട് കളിക്കാം. ഓക്കെ, ഒപ്പനെ ഫൗണ്ട് ചെയ്യുക. ഈ കളി വെച്ച് നമുക്ക് എന്തോ കിട്ടുന്നത് ഇതാകത്തില്ല. ഇപ്പോൾ നല്ല ഓപ്പണൻസ് ഒക്കെ വരുന്നുണ്ട്. ഡെവിൾസ് ചെയ്യാറ്. എൻ്റെ മോനെ എന്ത് ഫോർമേഷനാണ് ചെയ്യേണ്ടത്. പ്ലേയേഴ്സിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം 113. നമുക്ക് വേണമെങ്കിൽ ഫോർഫിറ്റ് അടിച്ചിട്ട് ആദ്യമായിട്ട് കളിക്കാം. പക്ഷെ നമ്മൾ ഈ ടീം വെച്ച് ജയിക്കും. കളിക്കാതെയാവുന്ന ആളാ കിഡിലും പോലത്തെ. കളിക്കാതെയാവുന്ന ഇവൻ ഡെമ്പൽ സ്കില്ലിടുന്നു. പാലിനുണ്ട് ഡിമാൽഡോ, കോൾപാറിന്, വിനി. അയ്യേ വിനി എന്തും കാണിച്ചേ. കയഫേ എടുക്കാമെന്ന്, അല്ലെങ്കിൽ പാസ് ഇടുന്ന മയ്യാക്ക് പാസ് ചെയ്യണം. പണി കിട്ടില്ല. അവരെ അടിച്ചാൽ കുഴപ്പമില്ല. ഏറ്റവും പിടിച്ച് സൈക്കോ വെക്കണം. ഏറ്റവും CBI
പക്ഷേ ഇനിയൊന്നും കളിച്ചാൽ പോരാ, ഞാൻ കളിക്കാറിയാവുന്നതിനൂടെ. അയ്യോ സലീമ കൊള്ളാം ഹാപ്പിനെസ്. ഫസ്റ്റ് റോഡ്രി, ഫസ്റ്റ് കയഫ്. നമുക്കും ഒരാളെ സ്കില്ലിടാൻ. ന്യൂനോ മെൻഡസിനെ വളർത്തി, പക്ഷേ ബാക്കി ന്യൂനോ മെൻഡസിനെ തോൽപ്പിച്ചവരും. ബെല്ലിംഗത്തിന് ഫസ്റ്റ് ടച്ച് പോലെ ബസ്റ്റോണി ഓടിക്കളി ഒന്ന് ഇവിടെ പന്തൊന്ന് ഓടിക്കാടെ. റോഡ്രി കയാഫിൻ്റെ ഇന്ന് പങ്കെടുത്തിട്ടുണ്ട്. സ്കില്ലിടാൻ നോക്കിയ ഫൗളാണ്. പക്ഷേ അവൻ എന്തായാലും ഇതൊന്നും അടിക്കത്തില്ല. ഒരു അലക്സാണ്ടർ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്ത് വിനിയുടെ ഫസ്റ്റ് ടച്ച് കൊള്ളത്തില്ലായിരുന്നു. നമ്മളെ പിടിക്കാൻ പറ്റുന്ന നമുക്ക് കൈവഹാലിനെ റൈറ്റ് ബാക്ക് ഇടാം. ഏറ്റവും ലെഫ്റ്റ് വിങ്ങിന് സ്കൈഫ് തന്നെ കളക്കല്ലേ. ഓ കിടിലൻ തൂവായിരുന്നു എനിക്ക്. ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. പാർമലൊക്കെ എന്തോക്കിയോ. ഇനി അലക്സാണ്ടർ അങ്ങോട്ടിനെ പൊട്ടിക്കാൻ പറ്റിയില്ല എനിക്ക്. ഓടിക്കാതെ വേണ്ടേക്ക് പൊട്ടിക്കല്ലേ. ഡിഫൻസ് പൊട്ടി വെട്ടിയില്ല അങ്ങനെയൊന്നും വീഴത്തില്ലടാ. ന്യൂനോ മെൻഡസിന്റെ ഇതിലോട്ടൊന്ന് വണ്ടുപോയി. ഞാൻ വെച്ചൊരു ഗോളായിരുന്നു. എന്തുവാടേ ഡെമ്പലൊക്കെ കയ്യിലോട്ട് അടിച്ചു കൊടുക്കുന്നു. ബസ്റ്റോണി എടുത്ത് പകുതി പോയിട്ടുണ്ട്. ഞാൻ പന്തെടുക്കടാ വേണ്ടേക്ക് വേണ്ടേക്ക്. ഡിഫൻസ് കിട്ടി. ഒറ്റയായിട്ട് വെച്ചിട്ടുണ്ട്. കളി വെച്ചു. സെക്കൻഡ് ഗോൾ മനസ്സിലായത് 82ാമത്തെ മിനിറ്റിൽ. ഈ കളി പിടിക്കുന്ന ഭയങ്കര ടഫാണ്, എടുക്കാൻ പറ്റത്തില്ല.
കളി അവൻ ജയിച്ചിട്ടുണ്ട്. ഡെവിഡ്സിയാതോ അങ്ങനെ എന്താ പേര് ഇതിൻ്റെ. ആ കളി നമ്മൾ തോറ്റിട്ടുണ്ട്. സെക്കൻഡ് കളിയാണ്. ഓക്കെ, ആ കളി തോറ്റുള്ളത് കൊണ്ട് മാത്രം നമ്മൾ സ്കൗട്ടിംഗ് ചാമ്പ്യന് ഔട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടീം ഇൻഫേർണോ എടുക്കണം, അക്വ എടുക്കണം, അതോ യൂട്ടോട്സ് എടുക്കണം. എനിക്ക് തോന്നുന്നു നമുക്ക് യൂട്ടോട്സ് എടുക്കാമെന്ന്. ടീമൊക്കെ യൂട്ടോട്സിൻ്റെ ടീം കിടിലം പോലത്തെ ഒരു ടീമാണ്. ഇത്രയും നല്ല അടിപൊളി പ്ലേയേഴ്സ് ഉണ്ട്. നാളെ ഇൻഫർണോയുടെ ടീം ഞാൻ കാണിച്ചത്. കക്ക, പെലെ, എസീബിയോ, ബെയില്. എനിക്ക് തോന്നുന്നു നമുക്ക് മറ്റേ ടീം എടുക്കാമെന്ന്. ടീം ഓഫ് ദി യൂട്ടോട്സ് എടുക്കാമെന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ തൊട്ട് കളിച്ച് റൗണ്ട് 4 വരെ എത്തണം. 4 കളി ജയിക്കണം. ഫുട്ബോളാണെങ്കിൽ എലിമിനേഷൻ ആണെങ്കിൽ ഓക്കെ, നമുക്ക് ആദ്യം തൊട്ട് കളിക്കാം. അപ്പം നമ്മൾ ഈ കളി നമ്മളെടുക്കും ഉറപ്പ്. ഇതും അതിൻ്റെ അടുത്ത കളി ഞാൻ എടുക്കും. നമ്മൾ സെയിം ഇതുള്ള ടീം ഓപ്പോസിറ്റ് വന്ന് നമ്മുടെ മിഡ്ഫീൽഡും അറ്റാക്കും തമ്മിൽ സെയിം. അവൻ്റെ മിഡ്ഫീൽഡ് എൻ്റെ അറ്റാക്കിനുണ്ട്, എൻ്റെ അറ്റാക്ക് അവൻ്റെ മിഡ്ഫീൽഡിലുണ്ട്. അങ്ങനെ നമ്മുടെ DG ആണ് നമ്മുടെ ഗോൾ കീപ്പർ. സ്ട്രൈക്ക്. നമുക്ക് ഈ ഫോർമേഷൻ ഒന്ന് ചേഞ്ച് ആക്കണമായിരുന്നു. ഞാൻ ഈ ഫോർമേഷൻ ഇട്ട് തന്നെ കളിക്കണം. ഇത് കളിക്കാൻ അറിയാവുന്നവനാ. ഫോർമേഷൻ ചേഞ്ച് ആക്കിയിട്ടുണ്ടല്ലോ. എൻ്റെ ലെഫ്റ്റ് ക്രിസ്ത്യാനോ എല്ലാവരെയും വെച്ച് ഓടുന്നു. അവിടെ കിടന്ന് ബസ്റ്റോണി ഡബിൾ ടച്ച് ഒക്കെ ഇട്ട് പോകുന്നു. കളിക്കാതെ അഫീന ഓടുന്നു. ഓ കിടിലൻ സേവണം. ഇത് സേവ് ഇടുവോ? ഇത് ബ്ലോക്ക് ഇട്ടു. എൻ്റെ വേണേൽ കിടിലൻ കീപ്പർ അവൻ്റെ. നമ്മളെ സെയിം കീപ്പർ പക്ഷേ അവൻ്റെ. ജസ്റ്റ് മിസ്. ഇനി ഫൗളാ. ക്രിസ്ത്യാനോ ഫ്രീക്ക് അടിക്കാൻ പോവാ. എന്തുവാടേക്കാ കിടിലൻ പോലത്തെ ഫ്രീക്ക് അടിക്കായിരുന്നു അവിടെ. ഡബിൾ ടച്ച് അതിൻ്റെ മൂവ് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ബസ്റ്റോണി അങ്ങോട്ട് ഓടിച്ചു നോക്കി. ഹാഫിനെ കിട്ടുകൊടുത്ത പന്ത് പക്ഷെ കിട്ടിയില്ല. മെസ്സിയുടെ ഡബിൾ ടച്ച് മൂവ്. ബ്രാൻഡേക്കൊക്കെ പക്ക ഫൗളല്ല. ഓ കിടിലൻ തൂവോള്. എന്തുവാ ഞാൻ അതിട്ടല്ല, അത് ഓട്ടോമാറ്റിക് വന്നുകൊണ്ട് ആയിപ്പോയത് അറിയാതെ. ആ ഫീച്ചർ ഒന്ന് ഓഫ് ചെയ്തിരുന്നു. അത് നമുക്ക് ജയിക്കായിരുന്നു. ഒരു ഗോൾ അടിച്ചോണ്ട് പെഡ്ലി എന്ത് ഇന്നലെ മാൻഡേറ്റ് നോക്കിട്ട് മെസ്സി ഹാഫ് ടൈം. നമുക്കത് കൗണ്ടർ അറ്റാക്ക് ഇല്ല പക്ഷെ നമുക്കത് ഗോൾ അടിക്കാൻ തോന്നുന്നു. പക്ഷെ അത് ഹാഫ് ടൈം വന്നു. ക്രിസ്ത്യാനോ ബാക്ക് ടു ബസ്റ്റോണി. പെഡ്രി. എംബാപ്പയുടെ കാലിലോട്ട് തന്നെ. റാഫിനെ ഒന്ന് ഓടുക സ്പീഡിൽ.
അവന് കൗണ്ടർ അറ്റാക്കാണ് ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. കൗണ്ടർ അറ്റാക്ക് അല്ലായിരുന്നു. വേറെ പോസിബിളേ ക്രിസ്ത്യാനോ ഞാൻ കഴിഞ്ഞത് പോകാണ്. ക്രിസ്ത്യാനോ ജയിച്ചു. എന്ത് പാസ്സാണ് ന്യൂനോമെൻഡസ്. ന്യൂനോമെൻഡസ് വേറെ ക്രിസ്ത്യാനോടെ ഇത് പന്തെടുത്ത് ഞാൻ കയ്യത് ഓടിയെടുത്തേന്. മെസ്സി ഡബിൾ ടച്ച് ആൻഡ് മൂവ്. പെഡ്രി ബാക്ക് ടു ക്രിസ്ത്യാനോ. റാഫീന lamine yamal. എന്തു അടിയാടാ നീ അടിച്ചത് lamine yamal. lamine yamal പൊട്ടടി അടിച്ചത്. ഞാൻ ക്രിസ്ത്യാനെ കൊല്ല എത്തിച്ചതിട്ടത്. ഗോൾ ഗോൾ ഗോൾ. നമ്മൾ ഗോൾ അടിച്ചു. കളി 1-0 ആയി. അത് ബ്ലോക്കിട്ട് നമ്മുടെ അടുത്തോട്ട് വന്നു. നമ്മളവന് മുതലാക്കി ഗോൾ അടിച്ചു. നമ്മളടിച്ച അതേ സമയത്ത് തന്നെ അവനും ആ സെയിം തന്നെ കൊണ്ട് ഗോൾ അടിപ്പിച്ചു. മെസ്സി സെലിബ്രേഷൻ വളരെ കിടിലായിട്ട് കളിച്ചിട്ടുണ്ടായി. മെസ്സിയെ കൊണ്ട് കിടിലായിട്ടാണ് കളിപ്പിച്ചത്. ഈസിയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. മെസ്സിയെ കിടിൽ ഷോട്ട് എന്തായാലും അടിച്ചിട്ടുണ്ട്. ഡയലിലേക്ക് പിന്നെ ഇത് ട്രിക്ക് യൂസ് ചെയ്യാൻ തോന്നുന്നു. സൈഡിലോട്ട് ഓടിക്കഴിഞ്ഞിട്ട് lamine yamalന്റെ ഫോളില്ലേ അത്? കളി ഫുൾ ടൈം ആയിട്ടുണ്ട്. രണ്ടുപേരും ജയിച്ചില്ല. എക്സ്ട്രാ ടൈം വല്ലതും ഉണ്ടോ? ഉണ്ട്. എക്സ്ട്രാ ടൈം ഉണ്ട്. നമ്മൾ ചേഞ്ച് വല്ലതും കിട്ടുന്നു. ഇപ്പോൾ തൽക്കാലത്തേക്ക് വേണ്ടെന്ന് തോന്നുന്നു. lamine yamalന്റെ സ്കില്ല് എന്നങ്ങനെ ബെല്ലിംഗത്തിന് ഒരു ഗോള്. അയ്യോ ജസ്റ്റ് ചോദിച്ചടാ. മെസ്സിയെ ഫൗൾ ചെയ്തു. മെസ്സിയെ ഇറക്കിയിട്ട് മെസ്സി അല്ലടാ, നമ്മളവനെ ഫൗൾ ചെയ്തത്. ഞാൻ കഴിഞ്ഞ നമുക്ക് അവിടെ ഒരു ഫ്രീ കിക്ക് കിട്ടിയിരുന്നു. ഞാൻ തൊട്ടടുത്തല്ലേ പോസ്റ്റിൻ്റെ. നമ്മൾ എക്സ്ട്രാ ടൈം അത് അല്ല നമ്മളെ എല്ലാം തോന്നുന്നു. അവൻ്റെ ആണ് അല്ല നമ്മളെ എക്സ്ട്രാ ടൈം. വാൻഡൈക്കിനെ പൊട്ടിക്കാൻ പറ്റിയില്ല. ക്രിസ്ത്യാനോ ഡബിൾ ടച്ച് പറ്റിയില്ല.
ടൈം പോയിട്ടുണ്ട്. കളി പെനാൽറ്റിയിലോട്ട് പോകും തോന്നുന്നു. ആദ്യമായിട്ട് ഈ കളി പെനാൽറ്റിയിലോട്ടൊക്കെ പോകുന്നത്. ഓ ഡി ജി ആണ് സേവ്. ലാമിൻ യമാലിന്റെ ഷോട്ട് നമ്മൾ സേവ് ഇട്ടിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിലോട്ട് ഗോളാ ഗോൾ. ക്രിസ്ത്യാനോ ആണ് ബലയില്ല. അതടിച്ച് വെളിയിൽ കളഞ്ഞിട്ടുണ്ട്. ഞാൻ ജാവനേഴ്സിനെ കൊണ്ട് ഇങ്ങോട്ട് അടുപ്പിക്കാൻ വിചാരിക്കുന്നു. സേവ് ആയിരിക്കും. അല്ലടാ ഗോള് ഗോള് ഒന്ന് കാണിക്കുന്നു എടുക്കാനായിട്ട്. ഇത് വാക്സിനെ സ്കോർ ചെയ്ത കളി മരിച്ചു. ഈ പനങ്കയ്ക്ക് ട്രൈ ചെയ്യണമെന്ന് ഒരു സംശയം. തൽക്കാലം ഇങ്ങോട്ട് അടിക്കാം. ഗോൾ കളി നമ്മൾ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ അടിച്ചോടണം പോലും കയറിയില്ല. എല്ലാം നമ്മൾ ചെയ്തിട്ട് നമ്മൾ കളി ജയിച്ചേ. അഡ്വാൻസ് ടു റൗണ്ട് 2 ഹെഡ് ടു ഹെഡ് എക്സസൈസ് വൈറ്റി ഫ്രണ്ട് റിക്വസ്റ്റ്. എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യേണ്ടായിരുന്നു. ബാക്സ് നമുക്ക് പിന്നെ അക്സെപ്റ്റ് ചെയ്യാം. ഇത് നമ്മുടെ ടീമല്ല, ഇത് അവൻ്റെ ടീം. നമ്മുടെ ഈ സെയിം ടീം തന്നെ. ഒരു വ്യത്യാസം പോലും ഇല്ല. അവൻ്റെ കിക്ക് ഓഫ്. ലാമിൻ യമാൽ സ്കില്ലിട്ട് പോകുന്നു. ഞാൻ കഴിയത് ക്രിസ്ത്യാനോ ഓടി എടുക്കുന്നു. ഭയങ്കര പാസ് കൂടുതലായിട്ട് ഇറങ്ങുന്നു. പക്ഷെ പെഡ് അത് പണ്ടെടുത്തിട്ട് വെളിയിലോട്ട് പോകാനടിക്കാൻ നോക്കുന്നത് നമ്മൾക്ക്. ലാമിൻ യമാൽ അങ്ങനില്ല. ശരി ഗോളായിരുന്നു. ഗോൾ കൺസിഡറേഷൻ നടത്തിയിട്ടുണ്ട് മെസ്സിയെ. ഒരു 40 മിനിറ്റിൻ്റെ വീഡിയോ. ഈ കളിയുടെ കഴിഞ്ഞ കളി നോക്കാം. നമ്മുടെ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എന്താണ് മെസ്സി കാണിച്ചത് അവിടെ? നിനക്കിട്ട് വന്നില്ലേ മെസ്സി? അവിടെ എന്തോ കാണിച്ചു, എനിക്കെന്തോ അറിയത്തില്ല. ഇല്ല മിഞ്ഞാമലിനെ പിടിക്കാൻ പറ്റുന്നില്ല.
കറക്റ്റ് അത് ഇഴഞ്ഞ് അതിനകത്തോട്ട് വരുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലമീൻ അല്ല മിനിയമാലേ അത്രയും കളിച്ച് കൊണ്ടുവന്നിട്ട് നീ അവളെ കൊണ്ട് കുളമാക്കി. വാൻഡൈക്കിനെ വെട്ടിക്കാൻ പറ്റിയില്ല എനിക്ക്. വാൻഡൈക്ക് അടുത്തത് പോയി. അവൻ കളി നമ്മളെ തോപ്പിക്കണോ. ആകെ 3 റീപ്ലേസേ ഉള്ളൂ. 3 കളി വെച്ച കളി നമ്മൾ തോറ്റു. പിന്നെ ഇതിനകത്തുനിന്ന് ഔട്ടാവും. നമുക്ക് നാഷണൽസിന് കിട്ടും. ന്യൂനോമെൻഡസൊക്കെ എവിടെ കിടക്കും. വേണ്ടേക്ക് പതുക്കെ ഓടുകയും നമുക്കത് അല്ല നമുക്ക് പിന്നെ പിടിക്കാറുണ്ട്. അങ്ങനെ പെടുത്തിയ ഞാൻ 11 പെടുത്തിയ. ഓക്കെ നമുക്ക് മെസ്സിയെ കൊണ്ട് അവൻ തോന്നി നമ്മളെ. കൗണ്ടർ അറ്റാക്ക് ആണോ? അല്ല അവന്മാർ കൗണ്ടർ അറ്റാക്ക് അല്ല. പെഡ്വിക്ക് പാസ് ഇട്ടാണ് ചിലപ്പോൾ അത് ഗോൾ വരുന്നത്. അങ്ങനെ പോസ്റ്റിലോട്ട് ഓടുന്നവന് അതെനിക്കറിയായിരുന്നു. ഞാൻ അവനെ റീഡ് ചെയ്തു. മെസ്സി അയ്യോ പെട്ടി ഗോളാവണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ക്രിസ്ത്യാനോ എടുക്കുന്നു. സിമ്പിളൊന്നും എടുക്കത്തില്ല. ടഫായിട്ടൊന്നും ഒന്നും എടുക്കത്തില്ല. സിമ്പിളൊന്നും എടുക്കത്തില്ല. രണ്ടും എടുക്കത്തില്ല. മെസ്സി പാസ്റ്റ് ക്രിസ്ത്യാനോ. ന്യൂനോമെൻഡസ് കളി തോറ്റാ. ഒരു കളിയോടെ കളിക്കണോ. അടുത്ത കളി കളിച്ച് തോക്കാം. ഇനി എന്തിനാ നടക്കുന്നത്. കളി കഴിഞ്ഞു. അവസാനം 2 മിനിറ്റത്തേക്ക് റാഫീനെ എന്തോ കാണിക്കുന്നത്. ഞാൻ കീപ്പറിന് ഇട്ടെടുത്തു. ആ കളി നമ്മളങ്ങനെ തോറ്റു. ഓക്കെ അപ്പോൾ നേരത്തെ ഫ്രണ്ട് റിക്വസ്റ്റ് ഇനി 5 റീട്രൈസ് കൂടെ ഉള്ളു. റിക്വസ്റ്റ് ഇട്ടാൽ നമുക്ക് അക്സെപ്റ്റ് എടുത്തേക്കാം. അങ്ങനെ ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടായിരുന്നു. എന്താ കളക്ട് 8000 ജെംസ് കിട്ടി. ജെംസ് ആണോ അവിടെ 3 മറ്റേ നമ്മളെ നേരത്തെ പിക്കിൻ്റെ. ഇത് പാക്ക് ഓപ്പൺ ചെയ്യാം. പാക്ക് ഓപ്പൺ. ഇതുണ്ട് തരുന്നു. $7500 ഒരു പാക്ക് ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ 2500 ചെയ്യണം. 7500 ചെയ്യാം. നല്ല ഉദാഹരണം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചമ്മി. ഓക്കെ കിട്ടിയാണെന്ന് തോന്നുന്നു. ചെണ്ടയ്യാക്ക് കൊള്ളത്തില്ല. കയ്യിൽ ആനയെ കിട്ടി. ആനയൊന്നും കിട്ടി. ഇനിയുണ്ടോ? വെയിറ്റ് ബാക്ക്.
കണ്ടു കിട്ടിയാൻ തന്നെ ഇനി എന്ത് കഷ്ടമാണ് ഇത്. 7500 കോയിൻ പൊട്ടിച്ച് ഒന്നും കിട്ടിയതുമില്ല. ഒരു ഇതുകൂടെ കളിക്കാം എന്ന് തോന്നുന്നു. ഞാൻ യൂട്യൂബിലേക്ക് ഇങ്ങനെ പോവുക. എനിക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബോർ മാറ്റും. ബലാജി, എന്തുവാ ബലാജിയോ? ബലാജി, അവൻ്റെ ടീമിൻ്റെ പേര് ബലാജി. കളിക്കാതെയാണെന്ന് ചെറിയ സംശയം ഇല്ലാതില്ല. എനിക്ക് അവൻ്റെ പ്രൊഫൈൽ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് ഇത് നമ്മളെ. ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്തായാലും കളിച്ചല്ലേ പറ്റൂ. ഫസ്റ്റ് ബലാജി ഇവിടെ ഭയങ്കര പരിശ്രമം എംബാപ്പയെ കൊണ്ട് ഗോൾ അടിപ്പിക്കാൻ. ബലാജിയെ കൊണ്ട് കഴിയുമോ? കഴിയും. വേണ്ടയ്ക്ക് എന്തുവാ നമ്മക്കൊണ്ട് വേണ്ടയ്ക്ക് കളിക്കാറിയാത്ത അവന്മാരൊക്കെ വേണ്ടയ്ക്ക് കളിക്കുന്ന കിട്ടുന്ന കളി. നമ്മളെ ഇരിക്കുന്ന വേണ്ടയ്ക്ക് ഇവൻ തിങ്ങി അടിക്കുന്നു. കൊള്ളാടാവട്ടെ. അതെ പെടുകയാണോ? പെടുകയാന്ന് തോന്നുന്നു തട്ടിക്കളഞ്ഞത്. അവങ്ങാനും ഗോള് കഴിഞ്ഞെങ്കിൽ സീനായേനെ. വേണ്ട കുഴപ്പമില്ല. ഇപ്പൊ കളിച്ചു. ഇനിയും ഇതുപോലെയുള്ള കളികൾ പ്രതീക്ഷിക്കുന്നു. ട്രെൻഡ് ഫാസ്റ്റ് ബെല്ലിംഗം നടക്കാത്ത പണിക്കൊന്നും ഇനി പോകത്തില്ല. ഫാസ്റ്റ് പെഡ്രി, ഫാസ്റ്റ് ക്രിസ്ത്യാനോ. പെഡ്രി എടുത്തായിരുന്നു, പിന്നെ ആളെ എടുത്ത് ഇതാക്കുന്നുണ്ട്. ഞാൻ പതുക്കെ കളിച്ചാൽ മതി, നമുക്കൊരു ധൃതിയില്ല. എംബാപ്പേ 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 നമുക്ക് എംബാപ്പെ പിടിച്ചിട്ട് റാഫിനെ മാറ്റിയത്. ക്രിസ്ത്യാനോ ഫൗൾ ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യാനോ ഇതോടെ ഫൗൾ ചെയ്തു. പക്ഷെ മെസ്സി അടിക്കുന്നത്. നമ്മുടെ ടീമൊക്കെ വന്ന് ഫ്രണ്ട് ഇരിക്കുന്നു. ഇപ്പോൾ ആണെങ്കിൽ കിടിലൻ ഗോളം ഉണ്ടല്ലോ മിനിഞ്ഞാൽ. പക്ഷെ മറ്റേ പ്രീമിയർ ലീഗ് എത്തിപ്പോയി. ലാലിഗയിലൊക്കെ മിനിഞ്ഞാൽ ഗോളുണ്ടല്ലോ, അതേപോലത്തെ ഒരു ഗോള്. ഹാഫ് ടൈമും അമ്മയുടെ കിക്ക് ഓഫ്. നമ്മളെ കിക്ക് ഓഫിന് നമ്മൾ ഗോൾ കിട്ടി. അപ്പോൾ നമുക്ക് അവന്മാരുടെ കിക്ക് ഓഫിന് ഒരു ഗോൾ കിട്ടണം എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷെ നടക്കത്തില്ല. ബലാജി കളിക്കാൻ അറിയാവുന്നു. യോ എന്ത് സ്ലൈഡ് ടാക്കിൾ. വാട്ട് എ സ്ലൈഡ് ടാക്കിൾ ഈസ് ദാറ്റ്. ഓ റാഫീനെ കളിച്ചിട്ടുണ്ടോ?
ഇല്ല പെനാൽറ്റി അല്ല ഓഫ് സൈഡ്. ഞാൻ മറിഞ്ഞു വീഴുന്ന എംബാപ്പെ മറിഞ്ഞു വീണ് കിടക്കുന്നുണ്ടപ്പോൾ ഞാൻ വെച്ച് പെനാൽറ്റി അടിക്കുന്നു. പെനാൽറ്റി ക്രിസ്ത്യാനോക്കൊന്നും കളിപ്പിക്കാം. ക്രിസ്ത്യാനോ റൊണാൾഡോ സൂട്ട്. വേണ്ടയ്ക്ക് പെട്രിക്കോട് പെട്രി പാസ്റ്റ് എംബാപ്പെ പാസ്സായിരുന്നു. ക്രിസ്ത്യാനോ മറിച്ചിട്ടല്ലോ. കാർഡ് കിട്ടി. അടിപൊളി അടിപൊളി. ഓ മെസ്സി ഗോൾ മെസ്സി ഗോൾ ഫ്രീ കിക്ക് ഗോൾ മെസ്സിയുടെ ഫ്രീ കിക്ക് ഗോൾ കാർഡ്. ആ ഗോൾ നോക്കിയെങ്കിൽ പറഞ്ഞു. മൂന്നാലടി നമ്മൾ ലീവ് എടുത്തിട്ടുണ്ട്. ജാവനീസിന് നടക്കുന്നില്ല കളിക്കാറ്. എംബാപ്പെ ഇറക്കിയപ്പോൾ എല്ലാം നടക്കുന്നു. എംബാപ്പെ നമ്മളെ കണ്ണിലുണ്ട്. കത്തി കളഞ്ഞിടായിരുന്നു. ഡബിൾ സേവ് രീതിയാണ്. യമാലിൻ്റെ സേവ്. രണ്ടാമത് വന്നത് സേവ്. 3-3 ആയി. നമുക്ക് കളി അഴിച്ചു പിടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഫസ്റ്റ് മെസ്സി പെഡ്രി ഒരു ഗോൾ കയറ്റിയായിരുന്നു സെറ്റായേനെ. മറ്റേ കളിയോട്ട് ഇത് പെനാൽറ്റിയിലോട്ട് പോകുമെന്നൊരു സംശയം. ഇപ്പോൾ 1 മണിക്കൂർ അടുപ്പിച്ച് കളിക്കാൻ തുടങ്ങിയതാണ്. എംബാപ്പെ പന്തെടുത്താൽ നമുക്ക് വേണമെങ്കിൽ ഗോൾ വെച്ചായിരുന്നു. എന്ത് പാസ്സാണ് അത്. പെഡ്രി ക്രിസ്ത്യാനെ കൊടുത്ത പാസ് ഉണ്ടായത്. ഞാൻ എൻ്റെ ഇതൊക്കെ ടാക്ടിക്സ് റീഡ് ചെയ്ത് ആദ്യം സബ്ജക്റ്റ് അതും റീഡ് ചെയ്ത് അല്ലേ നമുക്കൊന്ന് കളിക്കാമായിരുന്നു. പക്ഷെ ആ കീപ്പർ ഇറങ്ങി ഒന്ന് സേവ് ഇട്ട് ഓഫ് സൈഡ് ആയതുകൊണ്ട് അറിഞ്ഞിട്ട് അവന്മാരുടെ എക്സ്ട്രാ ടൈം ഇതെങ്ങനെയായാലും പെനാൽറ്റിയിലോട്ട് കൊണ്ടുപോകാൻ ഞാൻ നോക്കുന്നു. എക്സ്ട്രാ ടൈമിലാകുമ്പോൾ ഗോൾ അടിച്ചാൽ നമ്മൾ തീർന്നു, കളി വെച്ച്. മെയിൻ ഇവൻ്റെ ആയത് എംബാപ്പയാടാ. എംബാപ്പെ വെച്ചാൽ മെയിനായിട്ടും കളിക്കുന്നു.
ഓ എംബാപ്പയ്ക്ക് കിടിലും പോലത്തെ ഒരു ത്രൂ ബോൾ. അങ്ങനെ ഇത് ലാസ്റ്റ് ക്രിസ്ത്യാനോ ഗോൾ കയറ്റി നമ്മൾ കളി തോറ്റേനെ. ഫസ്റ്റ് നമ്മുടെ പെനാൽറ്റിയാ. ഇത് നമുക്ക് ഇങ്ങോട്ട് അടിക്കും. സേവ് ഇടും. ഞാൻ വെച്ചാൽ സേവാണ്. ന്യൂസ് ഗോൾ കയറ്റി ഇങ്ങോട്ട് അടിക്കത്തത് പനയങ്ക കിട്ടും. റാഫീന് ഞാൻ സേവ് ഇട്ടൊന്നും വലിയത് വേണ്ട. സേവ് എംബാപ്പയുടെ അടി സേവ്. ഇവൻ്റെ മെയിൻ ആയതായിരുന്നു എംബാപ്പയുടെ അടി ഞാൻ എന്താ സേവ് ഇട്ടുണ്ട്. ആദ്യമേ അങ്ങോട്ട് കൊടുത്തതിന് സേവ് കിട്ടുന്നു. ക്രിസ്ത്യാനോയുടെ അടി ലാസ്റ്റല്ല, അവൻ്റെ ക്രിസ്ത്യാനോയുടെ അടിയുണ്ട്. അതും സേവ് DGR മോനെ. ലാസ്റ്റ് അല്ലാതെ മെസ്സിയാണ്. യമാല് ഏത് ഗോൾ കയറ്റിക്കോണേ മുത്തേ. സേവ് സേവടാ. ഇതവനെ അടിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഇതടിച്ചാൽ സെറ്റായിരിക്കും. ത്രെഡ് ചെയ്തടിക്കുന്നു. ഇതടിച്ച് ഗോൾ കയറ്റിയ ഗോൾ. കളി ജയിച്ചു. പെഡ്രി ലാസ്റ്റ് ഫൈനലി. എൻ്റെ മോനെ ലാസ്റ്റ് നമ്മളാ കളി ജയിച്ചു. ഫൈനലി നമ്മൾ വോൺ ചെയ്തു ആ ഗെയിം. പെനാൽറ്റിക്ക് ഇതുവശം കൂടുതലായിട്ട് കളിക്കണം. ഒരു രക്ഷയില്ല. എൻ്റെ മെയിൻ ആയുധം എംബാപ്പെ ആയിരുന്നു. എൻ്റെ മെയിൻ പറയാൻ എനിക്ക് തോന്നുന്നു ഞാൻ ആരെയൊക്കെ കൊണ്ട് ഗോൾ അടിപ്പിച്ചു. അപ്പം നമുക്ക് ഇന്നത്തെ FC മൊബൈലിൻ്റെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇച്ചിരി ലോങ് വീഡിയോ പോയി, നല്ല ലോങ് വീഡിയോ പോയി. 60 മിനിറ്റ് ആവാൻ ഇനി കുറച്ച് സെക്കൻഡ്സ് കൂടെ മതി. അപ്പം ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഈ വീഡിയോ കണ്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. പീസ് ഔട്ട്.